ഹലോ ഗൈസ്, വെൽക്കം ടു ഡേ 5. ഇന്ന് പെരുന്നാൾ ദിവസമാണ് ഗൈസ്. അങ്ങനെ കുഞ്ചുവിൻ്റെ വീട്ടിൽ ഉറട്ടിയും ഇറച്ചിയും ഉണ്ടാക്കുകയാണ്. അത് കഴിഞ്ഞ് കുഞ്ചുവും നമ്മുടെ കാക്കുവും മമ്മുവും കൂടെ ആർക്കയിൽ പോവുകയാണ് ഗൈസ്. പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അവർ ഓട്ടോയിലാണ് പോകുന്നത്. അങ്ങനെ ആർക്കയിലെത്തി. അപ്പം ഈ ഒരു കാണിച്ച ഒരു മോഡലാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പം ഇങ്ങനത്തെ മോഡൽ കുഞ്ചുവിൻ്റെ സൈസിലുണ്ടെങ്കിൽ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ 2-3 തുണികളുണ്ടായിരുന്നു. അതിൽ ലാസ്റ്റായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത ഈ ഒരു ഡ്രസ്സാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴും നമ്മുടെ ആദിലിൻ്റെ കയ്യിൽ ഷിംജി എണ്ണും സനാത്തയും ഹംദായും കൂടി അവിടെ വീട്ടിൽ വെച്ച ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും എല്ലാം കൂടെ ആദിലിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നേ. അതുപോലെ തന്നെ നമ്മുടെ മൈലക്കോണം വീട്ടിൽ നിന്ന് ശൈലവുമായും ഇതുപോലെ ബിരിയാണിയും അച്ചാറും തൈരും പപ്പടവും അങ്ങനെ എല്ലാം കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഉമ്മ ഓരോ പൊതികളായിട്ട് ഇങ്ങനെ ബാഗിൽ നിന്ന് എടുക്കുന്നുണ്ട്. അങ്ങനെ മൂത്തുകായും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ടേ. അങ്ങനെ ഉമ്മ ബിരിയാണി സെർവ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് കുഞ്ചു നമ്മുടെ മൈലക്കോണം വീട്ടിൽ നടക്കുന്ന പണികൾ ഓരോന്നായിട്ട് എനിക്ക് വീഡിയോ എടുത്ത് അയക്കുന്നുണ്ട്. ഇത് നമ്മുടെ കാർ പോച്ച് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ച പാത്രങ്ങളൊക്കെ മൈലക്കോണത്തേക്ക് ഞാൻ കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഞാനൊരു ഓട്ടോ പിടിച്ചാണ് മൈലക്കോണത്തേക്ക് കൊണ്ടുപോയത്. അത് കഴിഞ്ഞ് കുഞ്ചു കാർ എടുക്കാൻ വേണ്ടി നമ്മുടെ കാറിൻ്റെ കവറൊക്കെ മാറ്റുന്നുണ്ട്. ശരിക്കും എനിക്ക് കണ്ടന്റ് ഒന്നും ഇല്ലാതെ ഇരിക്കുമ്പോഴേ എന്നെ മമ്മുവും കാക്കുവാണ് എന്നെ രക്ഷപ്പെടുത്തുന്നത്. അങ്ങനെ നമ്മുടെ മുനീറിൽ നിന്ന് ബ്ലഡ് ചെക്കിങ് ഉണ്ടായിരുന്നേ. ആ സമയത്ത് നമ്മുടെ മമ്മുവും കാക്കും കൂടെ എൻ്റെ മുടി കോതി തരുന്നുണ്ട്. മമ്മു ഒരു ചീപ്പും കൊണ്ടുവന്ന് എൻ്റെ മുടി സ്പൈക്ക് പോലെ ആക്കി തരുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് ഇഞ്ചക്ഷനെല്ലാം കഴിഞ്ഞ് മുനീർ വന്നിട്ടുണ്ട്. അങ്ങനെ ഇഞ്ചക്ഷൻ എടുത്ത കൈയൊക്കെ മുനീർ കാണിച്ചു തന്നു. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഗുളിയൊക്കെ വാങ്ങിച്ചു. പക്ഷേ ആ ഒരു ഹോസ്പിറ്റൽ നമുക്ക് അത്ര ഇഷ്ടപ്പെടാത്തതുകൊണ്ട് നമ്മൾ വിതുരയിലെ വിശ്വസ്തനായ കണ്ണൻ ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കണ്ണൻ ഡോക്ടറെ കാണിച്ചു. പുള്ളി ഗുളിയൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുഞ്ചുവിൻ്റെ ഉമ്മയുടെ പേരിലുള്ള ശൈല മെഡിക്കൽസ് തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് പെരുന്നാളല്ലേ ഗൈസ്, അങ്ങനെ ഒരു സിനിമയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ സിനിമയ്ക്ക് പോകാൻ വേണ്ടി തുമ്പി വരുന്നുണ്ട്, ഷൈന വരുന്നുണ്ട്, ആമിന വരുന്നുണ്ട്. ആ സമയത്ത് ആമിനയുടെ ഇക്ക നമ്മുടെ അനസളെ എന്നെ വീഡിയോ കോൾ വിളിക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ അനസളിൻ്റെ അടുത്ത് കുറച്ച് നേരം സംസാരിച്ചു. അത് കഴിഞ്ഞ് നമ്മളൊരു സ്ഥലത്ത് വണ്ടി ഒതുക്കി ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നേ. എൻ്റെ അടുത്ത് ഇരിക്കാൻ പറ്റത്തൊന്നും മമ്മ പിണങ്ങിയിരിക്കുവാണേ ഗൈസ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. അത് കഴിഞ്ഞ് നമ്മൾ സിനിമയ്ക്ക് കയറിയപ്പോൾ ഒരു 10 മിനിറ്റ് ലേറ്റായിട്ടാണ് നമ്മൾ വന്നത്. അങ്ങനെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ കയറി ചെന്നത്. അങ്ങനെ തുമ്പി എൻ്റെ മടിയിലിരുന്നാണ് സിനിമ കണ്ടത്. അങ്ങനെ ഷാജി പാമ്പിൻ്റെ ഇൻട്രോ ഒക്കെ വന്നു. തുമ്പി അടിപൊളിയായിട്ടിരുന്ന സിനിമ കണ്ടായിരുന്നു മടിയിലിരുന്ന്. ഗായ്സ്, ഞാൻ അവിടെ വന്ന് വീണു. അതുകൊണ്ട് ആ സ്ഥലത്ത് ഞാൻ മറിഞ്ഞടിച്ച് വീണുകൊണ്ട് കാലെടുക്കാൻ വയ്യ. വന്നപ്പോൾ ലേറ്റായെന്നും പറഞ്ഞ് ഓടിപ്പോയതാ. കുഞ്ചു ചെറുതായിട്ട് അവിടെ വന്ന് വീണിട്ടുണ്ടായിരുന്നു. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.